ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു ഷെവർലെറ്റിൻ്റെ K20 എന്ന് പറഞ്ഞ മോഡലായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് തന്നെ കണ്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കട്ടിയുള്ള ഷീറ്റിൽ നമ്മൾ വണ്ടിയുടെ സൈഡ് ഭാഗം ഇങ്ങനെ വരച്ച് ഇങ്ങനെ മുറിച്ചെടുക്കണം. രണ്ടെണ്ണം ഇങ്ങനെ എടുക്കാം. അതുകൊണ്ട് ഒരു നീളത്തുള്ള പീസിൽ നമ്മൾ ഈ വണ്ടിയുടെ മോൾ ഭാഗമൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ട് അതൊന്ന് മടക്കി ഇതിങ്ങനെ ആ വണ്ടിയുടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരെ ഈ സൈഡ് ഭാഗത്തിൻ്റെ നടുക്കിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. അപ്പുറത്ത് ആ സൈഡ് ഭാഗം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. കണ്ടോ ഇങ്ങനെ. എടാ ഇപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഷീറ്റ് തന്നെ വരച്ചെടുക്കുന്നതായിട്ടത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആ ഷീറ്റ് ഒന്ന് മടക്കി ഇതിങ്ങനെ ഷേപ്പാക്കിയിട്ട് ഇതിൻ്റെ ബാക്കിൽ ഒട്ടിച്ചെടുക്കുക. അതുകൊണ്ട് ഫ്രണ്ടിലൊരു ബമ്പറോട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. കേട്ടോ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബോണറ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ അത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ട് മിററോട് സൈഡിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബോഡിയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടയറിലേക്ക് കിടക്കാം. നമ്മളൊരു 4 ടയറിനാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് രണ്ടെണ്ണത്തിലേക്ക് ടൂത്ത് പിക്ക് ഇങ്ങനെ ഇറക്കിച്ച് കൊടുക്കാം. ഈ ടയർ പേപ്പർ റോൾ ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് കാർബോണിൻ്റെ നീളത്തുള്ള പീസ് എടുത്തിട്ട് അതിനകത്തേക്ക് 2 പേപ്പറിൻ്റെ റോളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ നേരെ ടയറിനെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. വേണ്ട ഇപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ടയറിൻ്റെ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോഡി കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ പെയിൻറ്റ് അടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പണി മൊത്തം കഴിഞ്ഞിട്ട് കേട്ടോ. ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വണ്ടിയുടെ പണി. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സാധനം കണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കാണാം.